വെളുത്ത ഒബ്ജക്റ്റുകൾ വെളുത്ത പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് അത് ഏത് മെത്തേഡാണ് ഉപയോഗിച്ച് വരയ്ക്കേണ്ടത്, ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം, വരയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു എയർപോർട്ടിൻ്റെ ഒരു പീസാണ് വരയ്ക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ബ്യൂട്ടിഫുള്ളി അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ടോട്ടൽ ഇവിടെ ഒരു 4 സ്റ്റെപ്പിൻ്റെ പ്രോസസ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1 നമ്മൾ ഔട്ട്ലൈൻ ചെയ്യും, സ്റ്റെപ്പ് 2 നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഷാഡോസ് ചെയ്യും, സ്റ്റെപ്പ് 3 നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പോർഷൻസും മിഡിൽ ടോൺ എല്ലാം ചെയ്യും, സ്റ്റെപ്പ് 4 നമ്മൾ ആ ചിത്രം ഫിനിഷ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ടൂൾസ് എന്തൊക്കെയാണെന്നും ഇതൊക്കെ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിത്രകല പഠിക്കുന്ന വരയ്ക്കാൻ പഠിക്കാം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. സ്റ്റെപ്പ് നമ്പർ 1, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ആണ് ഇടുന്നത്. സോ ആ ഒരു എയർപോർട്ടിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ മിനിമൽ ആയിട്ടുള്ള ലൈൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഇത് വരയ്ക്കുന്നത്. സോ ആ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ കണ്ടോ, ഇത് മെക്കാനിക്കൽ പെൻസിലാണ്. സോ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് തിന്നായിട്ടുള്ള കുറേ കൂടി ലൈറ്റായിട്ടുള്ള ഔട്ട്ലൈൻസ് ഇടുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് മെക്കാനിക്കൽ പെൻസിൽ. നോർമൽ പെൻസിലൊക്കെ ആണെങ്കിൽ ഷാർപ്പനാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു സിമ്പിൾ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ തിന്നായിട്ടുള്ള ലൈൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് സാധിക്കും. സമയം കുറേ ലാഭിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാനൊരു പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ അധികം റഷ് ചെയ്യാതെ ഓരോ ലൈൻ ബൈ ലൈൻ കറക്റ്റ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഫൈനലി ഇതിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഈ ചിത്രം അത്രയും നീറ്റായിരിക്കണം. ഔട്ട്ലൈൻ ഒട്ടും വിസിബിൾ ആവാൻ പാടില്ല. നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്ലൈൻ നല്ല ഡാർക്കായിട്ട് തിക്കായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ പോലത്തെ രീതിയിലോട്ട് ചിത്രം മാറും. നേരെ മറിച്ച് ഔട്ട്ലൈൻ മാക്സിമം ലൈറ്റായിട്ട് വരച്ച് അതിൻ്റെ മുകളിലൂടെ ഷെയ്ഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ചിത്രം മാറും. ഇവിടെ നമ്മൾ റിയലിസമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക. ഇവിടെ എൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളത്, ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യാമറയിൽ അത് കാണാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഡാർക്ക്നെസ് ഞാൻ ഔട്ട്ലൈനിൽ കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഇത്രയും ഡാർക്കാക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടും നീറ്റായിട്ടും ആ ഒരു എയർപോർട്ടിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. എപ്പോൾ വരകൾ വരച്ചാലും ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ അവിടെ കാണുകയാണെങ്കിൽ അപ്പം തന്നെ ഇറേസ് ചെയ്ത് കളയുക. ഫൈനൽ പിക്ചറിൽ ആവശ്യമുള്ള ഔട്ട്ലൈൻ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഷെയ്ഡിങ് സ്റ്റെപ്പിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് അതിൽ വീഴുന്ന ലൈറ്റ് ആൻഡ് ഷാഡോ ഒന്ന് മാർക്ക് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, ഒരു ക്ലാരിറ്റി കിട്ടും. കൂടാതെ ഞാനെല്ലാം വരച്ച് കഴിഞ്ഞ് ഒന്ന് ലൈറ്റായിട്ട് ഒരു ഇറേസർ ഉപയോഗിച്ചൊന്ന് മായ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ടുള്ള ഔട്ട്ലൈൻ നമുക്ക് അതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 2, ഇവിടെ നിന്നാണ് ശരിക്കും ഈ ഒരു ചിത്രത്തിൻ്റെ ഷെയ്ഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെളുത്ത ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ നമ്മളൊരു സ്പെഷ്യൽ ടൂൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് സ്പെഷ്യൽ ടൂള്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് നമ്പർ 2 നമുക്ക് കടക്കാം. ഇവിടെ ഞാനൊരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പെൻസിൽ ഡ്രോയിങ്ങിൽ എന്തിനാണ് ബ്രഷ് എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ എളുപ്പവഴിയാണ്. വെളുത്ത ഒബ്ജക്റ്റുകൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ടൂളാണ് ഈ ബ്രഷ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബ്രഷ് കൊണ്ട് പേപ്പറിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ആൻസർ, അവിടെ നമ്മൾ ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫൈറ്റ് പൗഡർ ഉദ്ദേശിക്കുന്നത് പെൻസിലിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, അതാണ് ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ ടിപ്പ്. അത് പൊടിച്ചുണ്ടാക്കുന്ന പൗഡറാണ്, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പൊടിച്ചുണ്ടാക്കുന്ന പൗഡറാണ് ഗ്രാഫൈറ്റ് പൗഡർ. നമുക്ക് വീട്ടിലും തയ്യാറാക്കാം, അല്ലെങ്കിൽ ആർട്ട് ഷോപ്പിൽ നിന്നൊക്കെ ഗ്രാഫൈറ്റ് പൗഡറായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് വീട്ടിൽ തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ പെൻസിലിൻ്റെ ടിപ്പ് ഒരു സാൻഡ് പേപ്പർ, ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സാൻഡ് പേപ്പർ വാങ്ങാൻ കിട്ടില്ലേ, ആ സാൻഡ് പേപ്പറിൽ ഉരച്ച് കഴിഞ്ഞാൽ നല്ല പൊടി കിട്ടും. ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ്ലി വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഉരച്ചുണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി നല്ല പൗഡറായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ
ഒരു ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ പേപ്പറിൽ അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എടുത്ത ബ്രഷിൻ്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ആദ്യം എടുത്തത് ഒരു റൗണ്ട് ബ്രഷായിരുന്നു, ഇപ്പോൾ എടുത്ത ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്രഷുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷെയ്ഡിൻ്റെ സൈസിനനുസരിച്ചുള്ള ബ്രഷുകൾ മാറ്റി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ ഏരിയ ആണ് ചെയ്യുന്നതെങ്കിൽ വലിയൊരു ബ്രഷ്, റൗണ്ട് ബ്രഷ് എടുക്കാം. ചെറിയ ലൈൻ പോലത്തെ ഏരിയ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കാൻ പറ്റും. ബ്രഷ് വാങ്ങുന്ന സമയത്ത് നോർമൽ സിന്തറ്റിക് ബ്രഷ് ഇതിൽ നല്ല രീതിയിൽ വർക്കാവും. ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ബ്രഷ് വേണമെന്നൊന്നുമില്ല. ഏറ്റവും ബെറ്ററായിട്ട് വർക്കാവുന്നത് മേക്കപ്പ് ബ്രഷാണ്. ഇതിൻ്റെ ബ്രിസിൽസ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിരിക്കണം, എന്നാലാണ് അപ്ലൈ ചെയ്യുമ്പോൾ ആ റിസൾട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നേരെ മറിച്ച് അക്രിലിക് പെയിൻറ്റിംഗ് ചെയ്യുന്ന ബ്രഷുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, വൈറ്റ് ബ്രിസിൽസ് ഉള്ള കട്ടിയുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷ്. പക്ഷെ അത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പേപ്പറിൽ വരകൾ കാണാൻ പറ്റും. അപ്പോൾ അത് വേണ്ട, ഇവിടെ കുറച്ചും കൂടി നല്ല ലൈറ്റായിട്ടുള്ള കട്ടി കുറഞ്ഞ ബ്രിസിൽസ് ഉള്ള ബ്രഷ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി അതിന് ശേഷം ബ്രഷിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഓരോ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ. അപ്പോൾ ഇത് വെച്ച് ഒരു ബേസിക് ലെയർ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഷെയ്ഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഞാൻ ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിക്കുന്നുണ്ട് ആ ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാൻ. കാരണം വെളുത്ത ഒബ്ജക്റ്റ് ആവുന്ന സമയത്തേ പ്രത്യേകിച്ച് എൻ്റെ ഈ എയർപോഡിൽ ലൈറ്റ് ആൻഡ് ഷാഡോ വീഴുന്നത് ഭയങ്കര സ്മൂത്തായിട്ടാണ്, ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷാഡോ ഒന്നുമില്ല. കാരണം ഉരുണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണല്ലോ, അതുകൊണ്ട് ആ ട്രാൻസിഷൻ ഭയങ്കര സ്മൂത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് എല്ലാ ഷെയ്ഡും അതിൻ്റെ എൻഡിങ് നമ്മൾ ബ്ലെൻഡ് ചെയ്തിടുന്നത്. അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ച പോലത്തെ ഫീല് കിട്ടും, ആ ഒരു സ്മൂത്തായിട്ടുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഫീല് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബ്ലെൻഡിങ് സ്റ്റംപ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. കൂടാതെ നേരത്തെ കാണിച്ച ഡ്രൈ ബ്രഷ് നമുക്ക് ബ്ലെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് നീറ്റായിട്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഒബ്ജക്റ്റിൻ്റെ ഏകദേശം കളർ എന്താണെന്ന് കാണുന്ന ആൾക്ക്, വൈറ്റ് ടോണാണെന്ന് കാണുന്ന ആൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്കില്ല് നേടിയെടുക്കുക. അങ്ങനെ നേടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡായിട്ട് പുതിയ ചിത്രങ്ങൾ നിങ്ങൾക്ക് വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ ഒരു നീഡബിൾ ഇറേസർ ഉപയോഗിച്ചിട്ട് ഒരു ഹൈലൈറ്റ് എല്ലാം ഇറേസ് ചെയ്തെടുക്കും. നമുക്ക് അതും ചെയ്യാൻ പറ്റും. നീഡബിൾ ഇറേസർ ഇതുപോലത്തെ ഇങ്ങനെ ചുയിങ്കം പോലെയാണ് ഇരിക്കുന്നുണ്ടായിരിക്കും, ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. അത് ഉപയോഗിച്ച് നമുക്ക് ഇറേസ് ചെയ്ത് ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 3ൽ ഈ ചിത്രം ഓൾമോസ്റ്റ് ഒന്ന് ബെറ്റർ ആക്കി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഷെയ്ഡുകൾ ചെയ്യാനുണ്ട്. ആ ഷെയ്ഡ്സ് എങ്ങനെയാണ് ചെയ്യുക, അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് നമ്പർ 3. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ ഞാനൊരു ചാർക്കോൾ പെൻസിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് അത്രയും ഡെപ്തിൽ തന്നെ, അത്രയും ബ്ലാക്ക് ആയിട്ട് തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഡാർക്ക് ടോൺ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഡാർക്ക് ആകുന്നോ അതിൻ്റെ അടുത്തുള്ള വൈറ്റ് പോലത്തെ ടോൺസ് എല്ലാം അത്രത്തോളം ബ്രൈറ്റായിട്ട് കാണുന്നവർക്ക് തോന്നും. ഇതിന് റിലേറ്റിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് എന്ന് പറയും. ഈ കോൺട്രാസ്റ്റ് നമ്മുടെ ചിത്രത്തിൽ വരുമ്പോഴാണ് ചിത്രം കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് അട്രാക്റ്റീവായിട്ട് കാണുന്ന ആൾക്ക് തോന്നുന്നുണ്ടായിരിക്കുക. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡാർക്ക് എത്രത്തോളം ഡാർക്കാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ലൈറ്റ് ടോൺ എത്രത്തോളം ലൈറ്റാണ്, ഇതിൻ്റെ ഡിഫറൻസ് ആണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് നമ്മുടെ ചിത്രത്തിനെ, ആ ചിത്രം മറ്റുള്ളവർ ഇഷ്ടപ്പെടുത്തുന്നതിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്നത്. ചാർക്കോൾ പെൻസിലിൻ്റെ സ്പെഷ്യാലിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഡാർക്ക് ടോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല ഡെപ്തിൽ ബ്ലാക്ക് പോലത്തെ ഡാർക്ക് ടോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നോർമൽ ഒരു ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ ആണെങ്കിൽ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് ഡാർക്ക് ടോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു ടൂൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇതൊരു ഇലക്ട്രിക്കൽ ഇറേസറാണ്. ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ, ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പ് ചെറിയൊരു ഒരു പോയിൻ്ററായിട്ടുള്ള ടിപ്പുള്ള ഇറേസറാണ്. ആ ടിപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. സോ നമുക്ക് ഇറേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോഴേക്കും അവിടെ ഇറേസ് ആയി പോയിക്കോളും. കാരണം ആ ഇറേസർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ ഹൈലൈറ്റൊക്കെ നമുക്ക് അത്തരത്തിൽ ഇലക്ട്രിക്കൽ ഇറേസർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബിഗിനേഴ്സാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും ടൂൾസൊക്കെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ടൂൾസൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ബേസിക് ഡ്രോയിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ ഈ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ അവിടെ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തില്ല ഇറേസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഇറേസ് ചെയ്യാതെ തന്നെ വൈറ്റ് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഹൈലൈറ്റ് അവിടെ കിട്ടും. ഇറേസർ വേണമെന്നില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ചുകൂടി എളുപ്പം ഇതല്ലേ. അപ്പോൾ അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിലായി മാറും എന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്കില്ല് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബെറ്റർ റിസൾട്ട് ഓരോ ഡ്രോയിങ്ങിലും കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രാക്ടീസാണ്. നിങ്ങൾ കറക്റ്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ബേസിക്സ് മുതൽ ചിത്രകലയിൽ പഠിച്ചിരിക്കണം. എന്നിട്ടത് നല്ല രീതിയിൽ റിപ്പീറ്റഡ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലൊക്കെ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം, പഠിക്കാൻ വരുന്നവരെടുത്ത് കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും ബേസിക്സ് പറഞ്ഞു കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെൻസിൽ ഉപയോഗിച്ച് പ്രോപ്പർലി ഷെയ്ഡിങ് മെത്തേഡ് അറിയുന്ന അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷാഡോ തിയറി അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂൾസ് എല്ലാം മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് ബേസിക് അറിയില്ലെങ്കിലോ, ലൈറ്റ് ആൻഡ് ഷാഡോ തിയറി അറിയില്ല, പെൻസിൽ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഷെയ്ഡ് ചെയ്യാൻ അറിയില്ല, അങ്ങനെയാണെങ്കിൽ എത്ര വില കൂടിയ ടൂൾസ് ആണെങ്കിൽ നിങ്ങൾ കയ്യിൽ കിട്ടിയാലും ജസ്റ്റ് നിങ്ങളത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നിങ്ങളത് എങ്ങനെ അപ്ലൈ ചെയ്താലും റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ബിഗിനേഴ്സ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ആർട്ട് ലവേഴ്സ്, നിങ്ങളെപ്പോൾ ചാൻസ് കിട്ടിയാലും ആ ബേസിക്സ് മുതൽ കറക്റ്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആർട്ടിൽ പഠിച്ചെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അടുത്തടുത്ത ലെവലിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ആ ഒരു എയർപോഡിൻ്റെ ഇയർബഡ് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഷെയ്ഡിങ് മെത്തേഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നോർമലി ഷെയ്ഡ് ചെയ്തപോലെയല്ല, സ്കംബ്ലിംഗ് മെത്തേഡ് എന്ന് പറയും. അതിങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ട് ഷെയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ടെക്സ്ചർ അവിടെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും എയർപോഡിൻ്റെ ഇയർബഡിന് ചെറിയൊരു ടെക്സ്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ടെക്സ്ചർ അതേപടി ഞാൻ പേപ്പറിലേക്ക് പകർത്താനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്റ്റെപ്പിൽ ആ ഡാർക്കായിട്ടുള്ള പോർഷൻസ് കൂടി വരുമ്പോഴാണ് നമ്മുടെ ചിത്രം ടോട്ടലി ഒരു ഫിനിഷിങ്ങിലേക്ക് കടക്കുന്നത്. ഫൈനലി സ്റ്റെപ്പ് നമ്പർ 4 നിങ്ങളിവിടെ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ചിത്രം ഓൾമോസ്റ്റ് ഇവിടെ സ്റ്റെപ്പ് നമ്പർ 4 ഫിനിഷിങ്ങിലോട്ട് അടുത്തിട്ടുണ്ട് അല്ലേ. സോ ആ ചിത്രം എങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു മാസ്കിംഗ് ടേപ്പ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പേപ്പർ ടേപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒബ്ജക്റ്റിൻ്റെ മുകളിലൂടെ അതിൻ്റെ ഷേപ്പ് എന്താണോ അവിടെ ഞാൻ ടേപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്, ടേപ്പ് ഒട്ടിച്ച് വയ്ക്കുക ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബ്രഷിൽ ഗ്രാഫൈറ്റ് പൗഡർ എടുത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പിക്ചർ ഞാൻ വരച്ചത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനിത് ചെയ്യുന്ന സമയത്ത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ആ ടേപ്പ് എടുക്കുമ്പോൾ എന്താ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്ന് സ്ലോ ഡൗൺ ആക്കി ചെയ്യാം. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്ന ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടല്ലോ, അത് കറക്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്യല്ല ചെയ്തിരിക്കുന്നത്, ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കി ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റിൽ ഡാർക്ക് ടോണിൽ നിന്ന് ലൈറ്റ് ടോണിലോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് ബ്രഷ് ഉപയോഗിച്ച് ആ ഷെയ്ഡ് തന്നെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കി എടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഡാർക്ക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ നീഡബിൾ റേസർ ഉപയോഗിച്ച് ഞാനത് മാറ്റിയെടുക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളൊന്ന് നോക്കിക്കോ, ഞാൻ ടേപ്പ് എടുക്കുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് അതിൻ്റെ എഡ്ജിലൂടെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷാഡോ വീണിട്ടുണ്ടല്ലേ. എന്ത് എളുപ്പമാണല്ലേ. അപ്പോൾ നോക്കി ആലോചിച്ച് നോക്കിയേ, ചിത്രകലയിൽ ഇതുപോലത്തെ കുറേ ഷോർട്ട് കട്ടുകൾ കൂടി ഉണ്ട്. നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ കുറച്ച് ടെക്നിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഷോർട്ട് കട്ടും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഡാർക്ക് ഷാഡും കൂടി വരുന്നതുകൊണ്ടാണ് ആ വൈറ്റ് ആയിട്ടിരിക്കുന്ന എയർപോഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കുറച്ചും കൂടി കാണുന്ന ഒരാൾക്ക് കുറച്ചും കൂടി ഒരു 3D ഫീൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് മുകളിലോട്ട് മുഴച്ച് നിൽക്കുന്നത്. അപ്പം അത്തരത്തിൽ ആ ഷാഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് എത്തിയ സമയത്ത് എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു, നല്ല സന്തോഷമാണ് കിട്ടിയത്. എപ്പോഴും നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അതിലൊരു സന്തോഷം കിട്ടണം. പല ബിഗിനേഴ്സും ചിത്രം വരച്ച് കഴിയുമ്പോൾ മിസ്റ്റേക്കിലും ബാക്കിലും മാത്രം ചിന്തിക്കും, ഇതെന്ത് പറ്റി, ഇതിലെന്ത് മിസ്റ്റേക്ക് ഉള്ളത്, എനിക്ക് വരയ്ക്കാൻ സ്കില്ലില്ലേ. പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങൾ വരച്ച നല്ല പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ നല്ല കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ നമ്മുടെ ചിത്രത്തിൽ വരുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും എത്ര വലിയ ചിത്രം വരച്ചാലും, എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അതിൽ മിസ്റ്റേക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പ്രൂവ്മെൻറ്റ്സിലാണ്. നെക്സ്റ്റ് ടൈം ഇനി വരയ്ക്കുമ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അപ്പുറത്തെ ഷെയ്ഡിങ് ഞാൻ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഞാൻ ഡയറക്റ്റ്ലി ബ്രഷും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ മാസ്കിംഗ് ടേപ്പ് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അപ്പോഴും ആ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലൊക്കെ നമ്മൾ ചിത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും. അത്തരത്തിൽ ചിത്രകലയെ നിങ്ങൾ സമീപിക്കുക. സോ ഈ ഒരു ചിത്രം പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾ നെക്സ്റ്റ് ടൈം കാണുന്ന സമയത്ത് ഒന്ന് സ്ലോ ഡൗൺ ആക്കി ഒന്ന് പോസ് ചെയ്ത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഈ ഒരു എയർപോർട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതിൽ കുറേ മെത്തേഡ്സും കുറേ ടൂൾസൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഈ മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഫൈനലി
കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ആ എയർപോർട്ടിൻ്റെ ചിത്രം കംപ്ലീറ്റ് ആകാൻ സാധിച്ചു അല്ലേ? നിങ്ങൾക്കും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഇനി നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ള സബ്ജക്റ്റുകളോ ഏതെങ്കിലും ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ടോപ്പിക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. കൂടാതെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഇതേപോലെ ചിത്രകല പഠിക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരച്ച് പഠിക്കണം, എൻ്റെ മെൻറ്റർഷിപ്പോട് കൂടി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതിന് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് വാട്സപ്പിലേക്കുള്ളൊരു ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സിൻ്റെ ഇൻഫർമേഷൻ ഞാൻ തരാം. അതുവഴി നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും നമ്മുടെ ഒപ്പം ചേർന്ന് നിന്ന് ലോങ് ടൈമിലേക്ക് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും സാധിക്കും. സോ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസവും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ. നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും.